എൻ്റെ പാപങ്ങളേറ്റെടുക്കാൻ മാത്രം കുരിശിലെ ത്യാഗമെന്നെനിക്കറിയാം. ഇന്ന് ആഗോള കത്തോലിക്ക സഭ നല്ലിടയൻ ഞായറായിട്ടാണ് ആഘോഷിക്കുന്നത്. ക്രിസ്തു തന്നെ നല്ലിടയനാക്കി അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി ക്രിസ്തുവിൻ്റെ ജീവിത പശ്ചാത്തലം നോക്കിയാൽ യേശു ഒരു ഇടയ കുടുംബത്തിൽ പിറന്ന ആളൊന്നുമല്ല. ഒരു മരപ്പണിക്കാരൻ്റെ മകനായിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നത്. അതുകൊണ്ട് ആടുകളുമായോ ഇടയധർമ്മവുമായോ ക്രിസ്തുവിന് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചത് എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ മുഴുവനും വായിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ യേശു പറയുന്നുണ്ട്. അയാം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു ചില കാര്യങ്ങൾ പറയും. ഞാനാണ് വാതിൽ, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഇങ്ങനെ ക്രിസ്തു ചില കാര്യങ്ങൾ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കും. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതേ കണക്ക് ക്രിസ്തു തന്നെ ഞാൻ നല്ലിടയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു നല്ലിടയൻ്റെ ദൗത്യം എന്താണ്? ക്രിസ്തു ഈ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്താണ്? അതാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. പ്രിയമുള്ളവരെ, പണ്ടുകാലത്ത് ഒരു ഇടയന് നൽകപ്പെടുന്നത് 100 ആടുകളാണ്. ഈ 100 ആടുകളെയും കൊണ്ടാണ് മേച്ചിൽ പുറത്തേക്ക് ഇടയൻ ചെല്ലുകയും തിരിച്ച് അതിൻ്റെ ആലയിലേക്ക്, അതിൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഇങ്ങനെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത്, എൻ്റെ ഗോസ്പൽ യേശു പറയും, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. യേശു പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഒരു ഇടയന് 100 ആടുകളാണ് നൽകപ്പെടുന്നത്. അങ്ങനെ ഒത്തിരി ഇടയന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും 100 ആടുകൾ വീതം ഇങ്ങനെ നൽകപ്പെടുമ്പോൾ അവർ മേച്ചിൽ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേകതരം സ്വരമുണ്ടാക്കിയാണ് ഇടയൻ മുൻപിൽ നടക്കുന്നത്. ഈ ആടുകൾ കൃത്യമായിട്ട് ഈ സ്വരം അറിയാം. അതുകൊണ്ട് ഇവർ ഇടയൻ മാറിപ്പോവില്ല. ഒരു കൃത്യമായിട്ട് ഏത് സ്വരം എവിടെ നിന്നാണ്, എൻ്റെ ഇടയൻ ആരാണ് എന്ന് കൃത്യമായി കേട്ട് അവർ ആ ഇടയൻ്റെ പിന്നാലെ നടന്നു പോകും. അതാണ് ക്രിസ്തു ഇവിടെ പറയുന്നത്. എൻ്റെ ആടുകളാണെങ്കിൽ എൻ്റെ സ്വരം അവർക്കറിയാം, അതുകൊണ്ട് അവരെൻ്റെ പിന്നാലെ വരും. ഒരിക്കലും വഴിതെറ്റാതെ ആ സ്വരം കേട്ട് പിന്നാലെ വരുന്ന ആടുകൾ. ക്രിസ്തു പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ക്രിസ്തു പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. ആ സ്വരം കേട്ട് അത് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലുന്ന ഓരോ ക്രിസ്ത്യാനികളും. നമ്മളൊക്കെ ആടുകളാണ്. നമ്മുടെ മുമ്പിൽ നടക്കുന്ന നല്ലിടയൻ്റെ സ്വരം അത് സുവിശേഷത്തിൻ്റെ സ്വരമാണ്, നല്ല വാക്കുകളുടെ സ്വരമാണ്. ആ സ്വരം സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള വാക്കുകളാണ്. അങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച നന്മയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും പുണ്യത്തിൻ്റെയും വാക്കുകളൊക്കെ ജീവിക്കുക എന്നുള്ളതാണ് അവൻ്റെ സ്വരം കേൾക്കാനുള്ള ഒരു ബാധ്യത. അങ്ങനെ അവൻ്റെ പിന്നാലെ നമ്മൾ നടന്നു പോകണം. ഇങ്ങനെ തിരിച്ച് ആലയിലേക്ക് നടന്നു വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ ആടുകളും കൂട്ടം കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഓരോ കൂട്ടിന് മുമ്പിലും അതാത് കൂടിൻ്റെ ഇടയൻ, ആലയുടെ ഇടയൻ നിന്നിട്ട് ഒരു പ്രത്യേക സ്വരമുണ്ടാക്കുമ്പോൾ ആടുകളൊക്കെ ആ സ്വരം കേട്ട് കൂട്ടിനകത്തേക്ക് കയറും. ഇങ്ങനെ എല്ലാ ആടുകളും ആലയ്ക്കുള്ളിലേക്ക് കയറിയതിന് ശേഷം ഇടയൻ ഒരു കാര്യം ചെയ്യും. ഈ കൂടിൻ്റെ ഒരു പ്രത്യേകത, അതിന് വാതിലില്ല. അതിന് വാതിലില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ വാതിലാരാണ്? വാതിൽ ഇടയനാണ്. ഇടയൻ ആ വാതിലിന് കുറുകെ കിടക്കും. അങ്ങനെ ഇടയനാണ് വാതിലിൻ്റെ കാവൽ. പുറത്തു നിന്ന് ചെന്നായ്ക്കൾക്കോ മറ്റ് ശത്രുക്കൾക്കോ ഈ ആടുകളെ ആക്രമിക്കണമെങ്കിൽ ആദ്യം ഇടയനെ ആക്രമിച്ച ശേഷം മാത്രമേ ഈ ആടുകളെ ആക്രമിക്കാൻ സാധിക്കുകയുള്ളൂ. മറിച്ചും ഒരു കാര്യം സംഭവിക്കാം. ഏതെങ്കിലും ആടിന് തിരിച്ച് ഈ കൂട് വിട്ട് സ്നേഹത്തിൻ്റെ വലയം വിട്ട് ഇറങ്ങിപ്പോകണമെങ്കിൽ ഈ ഇടയൻ്റെ നെഞ്ചിൽ ചവിട്ടി മാത്രമേ ഇറങ്ങിപ്പോകാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതാണ് നല്ലിടയൻ എന്ന വാക്കിനർത്ഥം. ഈ ഒരു നല്ലിടയൻ എന്ന അഡ്ജക്റ്റീവ് കൊണ്ട് അർത്ഥമാക്കുന്നതാണ്, ഇടയനായതുകൊണ്ട് മാത്രം കാര്യമായില്ല, സ്വരം ശ്രവിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. നല്ലിടയൻ്റെ പ്രത്യേകത, അവൻ തന്നെ കാവലായി വാതിലായി സമർപ്പിക്കും. ഒരു ശത്രുവിന് പോലും എത്തിപ്പെടണമെങ്കിൽ ആദ്യം ഇടയനെ ആക്രമിക്കണം. അങ്ങനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തൻ്റെ ആടുകളെ സംരക്ഷിക്കുന്ന ഒരു ഇടയൻ. അതാണ് ക്രിസ്തുവിൽ നമ്മൾ കണ്ട കുരിശുമരണം. ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ നമുക്ക് മുമ്പേ കുരിശിൽ അവസാനത്തുള്ള രക്തവും ചിന്തി മരിച്ചു. സ്നേഹത്തിൻ്റെ പുതിയ പാഠം ഈ ഭൂമിക്ക് കാട്ടിക്കൊടുത്തു. ഇതിനേക്കാൾ വലിയ സ്നേഹത്തിൻ്റെ കഥ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആശ്വാസവും പ്രത്യാശയും. ഈ പ്രത്യാശയിലാണ് നമ്മളൊക്കെ മുൻപോട്ട് പോകേണ്ടത്.
അങ്ങനെ ഓരോരുത്തരും ജീവിതത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം നമ്മളുടെ കൂടിൻ്റെ വാതിൽ കിടക്കുന്നത് ക്രിസ്തുവാണ്. നമുക്ക് കാവലായി നിൽക്കുന്നത് നമ്മുടെ ദൈവമാണ്. പിന്നീട് നമ്മൾ ആരെ ഭയപ്പെടണം? ഒരു ശത്രുവിനും നമ്മുടെ മേൽ അധികാരമില്ല എന്നും ഈ ഭൂമിയിൽ ഒരു തിന്മയ്ക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുമുള്ള ദൃഢനിശ്ചയം ഉണ്ടാകേണ്ടത് ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് പണ്ടെഴുതി വയ്ക്കുന്ന മനോഹരമായൊരു വാക്കുണ്ടായിരുന്നു, ഈശോ ഈ വീടിൻ്റെ രക്ഷകൻ. ഇപ്പോൾ പല വീടുകളിലും അത് കാണാറില്ല. പക്ഷേ ആ വാക്കിന് വലിയൊരു ശക്തിയുണ്ട്. ക്രിസ്തുവാണ് ഈ വീടിൻ്റെ രക്ഷകനെങ്കിൽ ആ വാതിലൂടെ കടക്കുന്നതെന്തും ക്രിസ്തുവിന് നിരക്കുന്നതായിരിക്കണം. ക്രിസ്തുവിന് നിരക്കാത്തതൊന്നും ആ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഒരു ഇടയൻ ഒരു വാതിൽ കാവലായി നിൽക്കുമ്പോൾ ആ ഇടയന് നിരക്കുന്നത് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാവൂ. ഒരു ഭവനത്തിൻ്റെ വാതിൽ അത് ഇടയധർമ്മത്തിൻ്റെ വാതിലാണ്. നമ്മുടെ വീടിനുള്ളിലേക്ക് കടക്കുന്ന എന്തും ക്രിസ്തുവിന് നിരക്കുന്നതായിരിക്കണം, സ്നേഹത്തിന് നിരക്കുന്നതായിരിക്കണം. അതേ കണക്ക് ഒരു ആലയ്ക്കുള്ളിലായിരിക്കുന്ന ആടുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ പരസ്പരം സ്നേഹവലയത്തിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ആ സ്നേഹവലയം ചവിട്ടിപ്പോകാതെ ഒരു ധൂർത്തപുത്രൻ്റെ സ്ഥാനമെടുക്കാതിരിക്കാൻ എപ്പോഴും ഓർമ്മ വേണം. ഉള്ളിൽ സ്നേഹത്തിൻ്റെ പാഠങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർക്ക് പിന്നീട് പുറത്തു പോകാനുള്ള ആഗ്രഹമുണ്ടാകില്ലല്ലോ. ഉള്ളിലെ സ്നേഹത്തെക്കാളും വലിയ സ്നേഹം പുറത്ത് ലഭിക്കാനില്ല എന്നതാണ് സത്യം. പ്രിയമുള്ളവരെ, നമ്മളുടെ വീടിൻ്റെ വാതിൽ അത് ഇടയൻ്റെ വാതിലാണ്. നമ്മളൊക്കെ ഈ വാതിലിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കണം, നമ്മളുടെ വാതിൽ ക്രിസ്തു കാവലായി നിൽക്കുമ്പോൾ ആ ഭവനത്തിനുള്ളിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും വാത്സല്യത്തിൻ്റെയും വിട്ടുകൊടുക്കലിൻ്റെയും പാഠങ്ങൾ മാത്രമേ നടക്കാവൂ, സംഭവിക്കാവൂ. അങ്ങനെ കുടുംബം തിരുക്കുടുംബമാകേണ്ട ഇടമാണ് ഒരു ആലകണക്ക് ഒരു വീട്. അങ്ങനെ ഒരു വീടിനകത്ത് സ്വർഗമാകുമ്പോൾ പിന്നീട് ക്രിസ്തു ആഗ്രഹിച്ച ഒരു നിത്യജീവൻ്റെ ഭവനമായിരിക്കും നമ്മുടെയൊക്കെ ഭവനം. അങ്ങനെ ഈ നല്ലിടയൻ ഞായറാഴ്ച ഒരു വീടിനകത്തെ മനോഹരമായ സ്വർഗമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. കാരണം നമുക്ക് മുമ്പേ നടക്കുന്നവൻ നല്ലിടയനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ എന്നെ കൈവെടിഞ്ഞാലും അവിടുന്ന് ഇടയനെന്നെ എനിക്കറിയാം. ആരൊക്കെ എന്നെ കൈവെടിഞ്ഞാലും അവിടുന്ന് ഇടയനെന്നെ എനിക്കറിയാം. തീരാത്ത ദുഃഖ പ്രവാഹത്തിൽ വീഴുമ്പോൾ തോണിനി മാത്രമെന്നെ എനിക്കറിയാം. ഈശോ ഈശോ ഇവിടെ ഞാനൊറ്റയ്ക്കിരുന്നാലും നാഥന്റെ കരുണാ കടാക്ഷത്തിലല്ലോ, കരുണാ കടാക്ഷത്തിലല്ലോ. ആരൊക്കെ എന്നെ കൈവെടിഞ്ഞാലും അവിടുന്ന് ഇടയനെന്നെ എനിക്കറിയാം. ആരൊക്കെ എന്നെ കൈവെടിഞ്ഞാലും അവിടുന്ന് ഇടയനെന്നെ എനിക്കറിയാം. ഒലിവിലത്തുമ്പിലെ തൂമഞ്ഞു തുള്ളി പോൽ അവിടുന്നു പുഞ്ചിരിക്കുമ്പോൾ, ഒലിവിലത്തുമ്പിലെ തൂമഞ്ഞു തുള്ളി പോൽ അവിടുന്നു പുഞ്ചിരിക്കുമ്പോൾ, എരിവയിൽ തീരും പെരുമഴ പെയ്ത്തിലും അവിടുന്ന് സഞ്ചരിക്കുമ്പോൾ, എരിവയിൽ തീരും പെരുമഴ പെയ്ത്തി
മഴപ്പെയ്ത്തിലും അവിടുന്നു സഞ്ചരിക്കുമ്പോ അടിയന്റെ യാതനയേറ്റെടുക്കാൻ മാത്രം സ്വയബലിദാനമെന്നെനിക്കറിയാം. സ്വയബലിദാനമെന്നെനിക്കറിയാം. ആരൊക്കെ എന്നെ കൈവെടിഞ്ഞാലും അവിടുന്നെൻ ഇടയനെന്നെനിക്കറിയാം. ആരൊക്കെ എന്നെ കൈവെടിഞ്ഞാലും അവിടുന്നെൻ ഇടയനെന്നെനിക്കറിയാം. ചുടുകണ്ണുനീർ കണ്ടു കാവൽ മാലാഖമാർ കനിവോടെ ചിറകടിക്കുമ്പോൾ, ചുടുകണ്ണുനീർ കണ്ടു കാവൽ മാലാഖമാർ കനിവോടെ ചിറകടിക്കുമ്പോൾ, പറയുവാനാവാത്ത പിഴകൾക്കു പിന്നെയും അവിടുന്നു മാപ്പു നൽകുമ്പോൾ, പറയുവാനാവാത്ത പിഴകൾക്കു പിന്നെയും അവിടുന്നു മാപ്പു നൽകുമ്പോൾ, അടിയന്റെ പാപങ്ങളേറ്റെടുക്കാൻ മാത്രം കുരിശിലെ ത്യാഗമെന്നെനിക്കറിയാം. കുരിശിലെ ത്യാഗമെന്നെനിക്കറിയാം. ആരൊക്കെ എന്നെ കൈവെടിഞ്ഞാലും അവിടുന്നെൻ ഇടയനെന്നെനിക്കറിയാം. ആരൊക്കെ എന്നെ കൈവെടിഞ്ഞാലും അവിടുന്നെൻ ഇടയനെന്നെനിക്കറിയാം. തീരാത്ത ദുഃഖ പ്രവാഹത്തിൽ വീഴുമ്പോൾ തൂണിനി മാത്രമെന്നെനിക്കറിയാം. ഈശോ ഈശോ ഇവിടെ ഞാനൊറ്റയ്ക്കിരുന്നാലും നാഥന്റെ കരുണാ കടാക്ഷത്തിലല്ലോ, കരുണാ കടാക്ഷത്തിലല്ലോ. ആരൊക്കെ എന്നെ കൈവെടിഞ്ഞാലും അവിടുന്ന് ഇടയനെന്നെനിക്കറിയാം. ആരൊക്കെ എന്നെ കൈവെടിഞ്ഞാലും അവിടുന്ന് ഇടയനെന്നെനിക്കറിയാം.